അദാനി വിവാദത്തിലും സമ്പൽ സംഘർഷത്തിലും ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശിച്ചു. നാളെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ഭരണഘടനാ ദിനാചരണത്തിൽ പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കൾ ലോക്സഭാ സ്പീക്കർക്ക് കത്തെഴുതി. അദാനിക്കെതിരായ US കോടതിയുടെ അറസ്റ്റ് വാറണ്ട്, UP സമ്പലിലെ സംഘർഷം, മണിപ്പൂർ കലാപം തുടങ്ങിയ വിഷയങ്ങൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ആവശ്യം. ചട്ടം 267 പ്രകാരം ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷം നൽകിയ 13 നോട്ടീസും സഭാധ്യക്ഷൻ തള്ളി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്നായിരുന്നു ചെയറിന്റെ നിലപാട്. If you suspend today's business, we can explain because the Adani regarding this bribery case is affecting the entire country. Nothing is going on record. No. Entire country. And പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭാ നടപടികൾ 2 തവണ തടസ്സപ്പെട്ടു. ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയും നിലനിർത്താനായതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഭരണപക്ഷം. സമ്മേളനത്തിന് മുന്നോടിയായുള്ള അഭിസംബോധനയിൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചു. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി സഭയെ വേദിയാക്കുന്നുവെന്ന് മോദിയുടെ വിമർശനം. न संसद में चर्चा होने देते हैं, न लोकतंत्र की भावना का सम्मान करते हैं और परिणाम स्वरूप जनता को बार बार उनको रिजेक्ट करना पड़ रहा है. समय की मांग है. हम अब तक जितना समय गंवा चुके हैं उसका थोड़ा पश्चाताप करें. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നാളെ ഭരണഘടനയുടെ 75ാം വാർഷിക ദിനം ആചരിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.